ഹായ്, നമസ്കാരം. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വട്ടെങ്കിലും ഫ്ലൈറ്റ് ഡിലേയോ അല്ലെങ്കിൽ ക്യാൻസലേഷനോ ഒക്കെ അങ്ങനത്തെ ഒരു ഫേസ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് സൗദിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒന്നെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ചേഞ്ച് ചെയ്ത് കിട്ടും എന്നല്ലാതെ വേറൊരു പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ്. ക്യാൻസലേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളൊരു ഗവൺമെൻറ് റൂളുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഇൻസിഡൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ എൻ്റെ ഫ്ലൈറ്റ് ഒരു ഇൻഫർമേഷൻ തരാണ്ട് അവർ ക്യാൻസൽ ചെയ്തതാണ്, സൗദി ലെൻസ്. നെക്സ്റ്റ് ഡേ തന്നെ ഞാനത് ചേഞ്ച് ചെയ്തു ഡേറ്റ്. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ അറൈവ് ചെയ്തതിന് ശേഷം ഞാൻ സൗദി ലെൻസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഒരു 27-28 ദിവസം കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും ഇല്ല. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ വെച്ചുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹയർ അതോറിറ്റിയിൽ നമുക്കിത് ഏൽപ്പിക്കാൻ പറ്റില്ല. ഗാക്കയിലാണ് നമുക്ക് നെക്സ്റ്റ് ചാൻസ് ഉള്ളത്. ഗാക്ക എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാൻ താഴെ. അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ നമുക്ക് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. പക്ഷേ ഇവരുടെ റെസ്പോൺസ്, എയർലൈൻസിൻ്റെ റെസ്പോൺസ് കിട്ടിയിട്ട് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഒരു 30 ഡേയ്സ് ഒക്കെ കിട്ടിയിട്ടും കാണുന്നില്ലെങ്കിൽ നേരെ ഗാക്കയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അതൊരു 60 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ ഗാക്ക നിങ്ങൾ കംപ്ലയിൻറ്റ് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ മാക്സിമം നിങ്ങളൊരു 20 to 30 ഡേയ്സ് മാക്സിമം വെയിറ്റ് ചെയ്യാം. ശേഷം ഞാൻ ഗാക്കയിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. ഗാക്കയിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് ഗാക്ക സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം വേണം നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട്. ഓക്കെ, കംപ്ലയിൻറ്റ് കൊടുത്ത് 10 to 15 ഡേയ്സ് എനിക്ക് റിപ്ലൈ കിട്ടി. 766 റിയാൽ എൻ്റെ വൗച്ചർ അവർ ഇഷ്യൂ ചെയ്തു. ഇന്ന് എൻ്റെ അക്കൗണ്ടിലെ എമൗണ്ട് കയറി 766 റിയാൽ. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു താങ്ക്യം കിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കുക, നമ്മുടെ അവകാശമാണ്. ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ നമ്മളതൊന്നും ഫേവർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ ലിങ്ക് കൊടുക്കാം. ഏത് എയർലൈൻസ് ആണെങ്കിലും ഇത് തന്നെയാണ് റൂള്. നെക്സ്റ്റ് ഡേ തന്നെ ട്രാവൽ ചെയ്തോ ട്രാവൽ ചെയ്യാണ്ടോ ഫ്ലൈറ്റ് എടുക്കുന്നതിന് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഗാക്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.